ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഹാദുക്കുട്ടനൊന്ന് മദർസയിലേക്ക് ആക്കാൻ പോകാം. 6:15 കേട്ടോ ഇപ്പോൾ ടൈം. ഒരു 2-3 മിനിറ്റ് വൈകിട്ടാണ് പോയിട്ടുള്ളത്. വൈകുമ്പോൾ ഉസ്താദ് അടിക്കുമെന്ന് നിൽക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. ഇത്രയും രാവിലെ കുഞ്ഞുങ്ങളിങ്ങനെ എഴുന്നേറ്റ് പോകണതല്ലേ. എന്തായാലും തിരിച്ചു വന്നപ്പം പാലും മേടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. സാധാരണ ഇക്കാണ് ഇതൊക്കെ ചെയ്യാറ്. ഇന്നലെയൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇന്ന് കൊണ്ടുവിട്ടത് കേട്ടോ. വന്ന് കുറച്ച് നമുക്ക് കഴിക്കാനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇന്ന് പുട്ടുണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് വെച്ചത്. ഇതാ തുളസിയില പറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുളസിയില, പേരയില, അങ്ങനെ മാറി മാറി ഓരോ വെള്ളമൊക്കെ തിളപ്പിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചായക്കും വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉച്ചക്കലത്തേക്ക് നെയ്ച്ചോറാണ് വെക്കുന്നത്. ഹാദുക്കുട്ടന് കൊടുത്തു വിടുന്നതും അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നെയ്ച്ചോറിനുള്ള വെള്ളം ആദ്യം കുക്കറിൽ തിളപ്പിച്ചിട്ട് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ചോറും വെക്കാമെന്ന് വിചാരിച്ചു. പുട്ടിനിടാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഒറോട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കുറച്ച് നീട്ടി കിണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒറോട്ടിക്ക് പരുവത്തിനാണ് കേട്ടോ. ചായ ഇടുവാണ്. ചായക്കകത്ത് ഇഞ്ചിയും പഞ്ചസാരയും തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതും തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചടുപടയെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, കുരുമുളക് എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാനിട്ടു. ചായ റെഡിയായി. ഇതാ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അരിയിട്ടിട്ട് നെയ്യിൽ അരിയിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ, സ്പൈസസ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മളിപ്പുറത്ത് ചിക്കൻ കറി വേഗം തന്നെ റെഡിയാക്കി കുക്കറിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. 7:30 ആകുമ്പോൾ ഹാദുക്കുട്ടൻ്റെ ബസ് വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാദുക്കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പമാണ് കേട്ടോ റെഡിയാക്കിയത്. പുട്ടുമായില്ല, ഒറോട്ടിയുമായില്ല. പിന്നെ അതാ നെയ്ച്ചോറ്, ചിക്കൻ കറി, പരിപ്പറി അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പരിപ്പറി കൊടുത്തില്ല. പിന്നെ സാലഡും വെച്ചിട്ടുണ്ട്. വേഗം റെഡിയാക്കി. ഇന്ന് ഫുട്ബോൾ കോച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ഒരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ മദ്രസയിൽ നിന്ന് വന്ന് ഷഡുബട ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഒരു അപ്പവും കൂടെ എങ്ങനെയോ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഇക്കായി ഞാനും കൂടെ പോയിട്ട് ഒരു ബീഫ് കറി മേടിച്ചേ. ഉമ്മി ചിക്കൻ കഴിക്കാത്ത കാരണം ഞങ്ങൾക്കെല്ലാം ഇന്ന് രാവിലെ ചിക്കൻ കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബീഫ് കറിയും കൂടെ മേടിച്ചു. പിന്നെ ഒറോട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാവ് അവസാനം പുട്ട് തന്നെ ആയിട്ടോ. അങ്ങനെ ഇരുന്ന മാവിനെ ഞാൻ പുട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുട്ടും ചിക്കൻ കറിയാണ്. ഉച്ചക്ക് നെയ്ച്ചോറ്, ചിക്കൻ കറി, പരിപ്പ്, സാലഡ്, അച്ചാർ, കച്ചമ്പർ എല്ലാം ഉണ്ട് കേട്ടോ. തകർക്കുകയാണ് ഇന്ന്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഹാദുക്കുട്ടൻ പോയ ഉടനെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഒരു 8 മണിക്ക് മുന്നേ തന്നെ ചിലപ്പോൾ കഴിക്കാറുണ്ട്. ചിലപ്പോൾ 8 മണി, 8:30. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞൊടിയിടയിൽ കഴുകാൻ വേണ്ടി 2 ഇതുപോലെ ഇതുപോലെ ആക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആവില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആക്കാം. കണ്ടോ, പാത്രം കഴുകി കഴിഞ്ഞു ഞൊടിയിടയിൽ. ഇനിയിപ്പോൾ നമുക്ക് പോകാനായിട്ട് ഒരുങ്ങാം. കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. പെരയൊക്കെ ഇന്നലെ തൂത്ത് തുടച്ചുകൊണ്ട് ഞാൻ ഇന്ന് തൂക്കാനും തുടക്കാനും നിന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വന്നിട്ട് തുടക്കാം, വന്നിട്ട് തൂക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാം. മടിയായി. അങ്ങനെ നമ്മൾ ഈ ഒരു ലാക്മിയുടെ കൺമഷിയാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. സാധാരണ എപ്പോഴും നേരെ തിരിച്ചാണ്. ഇക്ക ആദ്യം റെഡിയാവും, എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും.